ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്നലെ പുറക്കാട് എന്ന സ്ഥലത്ത് പോയി. അവിടെ പുറക്കാടെന്ന് പറയുന്ന ആലപ്പുഴയ്ക്കിപ്പുറം അവിടുത്തെ ഒരു 41 ശുഹദാക്കൾ ഷഹീദായ മക്ബറയിലാണ് പോയത്. ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ബസ് കയറി ഞങ്ങൾ ഓച്ചിറയിലിറങ്ങി. ഓച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഹളറത്തിൽ കയറിയിട്ട് അവിടുന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും എല്ലാം കൂടെ ഞങ്ങൾ ആലപ്പുഴ ബസ്സിന് കയറി. ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ അങ്ങ് പുറക്കാടിറങ്ങി അറബി തങ്ങളെന്ന് പറയുന്ന ഒരു പുറക്കാട് ഒരു ഔലിയ അടങ്ങിയിട്ടുണ്ട്. അവിടെ തെങ്ങും തൈയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന വെക്കുന്ന ഒരു മക്ബറയാണ്. എല്ലാ മുറാദും ഹാസിലാകുന്നതാണ്. അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ 41 ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലം പഴവനങ്ങാടി എന്നാണ് ആ സ്ഥലത്തിന് ആ മക്ബറെ ഇറങ്ങി നമ്മൾ പോകുമ്പോൾ പറയേണ്ടത്. അവിടെ ചെന്ന് ഒരുപാട് ജനങ്ങളുടെ പ്രവാഹമാണ്. അങ്ങനെ ജനങ്ങളുടെ പ്രവാഹം. അവിടുത്തെ ഏറ്റവും വലിയ നേർച്ച, അവിടുത്തെ നേർച്ചയെന്ന് പറയുന്നത് മിഠായി, പായസം, പഴം, കൊല കിൻഡൽ കണക്കിനാണ് അവിടെ കൊല വന്ന് മറിയുന്നത്. അതുപോലെ മിഠായി എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോ മിഠായിയൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് മിഠായി വാരി കൊടുക്കുക. മിഠായും പായസവും പഴവും ഒക്കെ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ 3:45 4 മണിയായി. ഞങ്ങൾ ദുആയിലൊക്കെ പങ്കുകൊണ്ട് അവിടുത്തെ മക്ബറെ സിയാറത്തൊക്കെ ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ എനിക്ക് ഇന്നലെ നൊയമ്പും ഒക്കെ ആയിരുന്നു. തിരികെ വീട്ടിൽ വന്നപ്പോൾ 7:30 8 മണി ഇശായ വാങ്ക് വിളിക്കുന്നു. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ മറ്റുള്ളവർ ഓച്ചിറയിൽ ഇറങ്ങേണ്ടവർ ഓച്ചിറയിൽ ഇറങ്ങി, പിന്നെ കരുനാഗപ്പള്ളിയിൽ ഇറങ്ങേണ്ടവർ അങ്ങനെ ഇറങ്ങി. അങ്ങനെ ഞാനിപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്ന ഒരു ബസ്സിലെ യാത്രയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ പോയിട്ട് ഒരുപാട് ഇതുണ്ട്. അവിടുത്തെ ഒരു പതിൽ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ പണ്ട് മാപ്പിളമാർ ഈ ശുഹദാക്കളെ തീ വെച്ച് കൊന്നതാണ്. പിന്നെ ഒരു തങ്ങളെയും ബാക്കി അത്രയും 40 മക്കളെയും. അങ്ങനെയാണ് 41 ശുഹദാക്കൾ അവിടുത്തെ ചരിത്രം പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിട്ട് ഞങ്ങൾ മമ്പുറം പിന്നെ മുനമ്പം ഒക്കെ പോയപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ട്. അവിടെ കയറി ഞങ്ങൾ സിയാറത്ത് നടത്തിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ജനങ്ങളായി. വ്യാഴാഴ്ച തോറും അവിടെ സലാത്തുൽ മജ്ലിസാണ് എല്ലാ വ്യാഴാഴ്ച. പിന്നെ കരുനാഗപ്പള്ളിയിലത്തെ പള്ളിയുടെ ഫ്രണ്ട് വശം അവിടെ അകത്ത് കയറിയിട്ടില്ല. ബസ്സിലിരുന്നുകൊണ്ട് വീഡിയോസ് പിടിച്ചതുണ്ട്. താജ്മഹാളിൻ്റെ രീതിയാണ് അവിടുത്തെ അത് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അങ്ങനെ പോയി വന്നു. ഒത്തിരി സന്തോഷം. അവിടെ എനിക്ക് പോയപ്പോൾ ഭയങ്കരമായ തലവേദന, എന്തൊക്കെയോ അസ്വസ്ഥത എനിക്ക് അവിടെ പോയപ്പോഴുണ്ടായി കേട്ടോ. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഇത്തിരി കുറവുണ്ട്, റാഹത്തായി. ഒത്തിരി സന്തോഷം പോയിച്ചൊക്കെ വന്നതിന് ശേഷം. അങ്ങനെ ഇന്നലെ നൊയമ്പും പിടിച്ചുകൊണ്ടാണ് പോകാൻ ഞാൻ വിചാരിച്ചതും അല്ല. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു വാ എല്ലാ വ്യാഴാഴ്ചയും വിളിക്കും. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. ഇന്നലെ എനിക്കങ്ങ് തോന്നി എങ്കിലും നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെയാണ് അവിടേക്ക് പോയത്. ജനങ്ങളെ കൊണ്ടങ്ങ് തിങ്ങി. അതൊക്കെ ഈ വീഡിയോസിൽ കാണാൻ പറ്റും കേട്ടോ. എല്ലാവരും കാണുക, അവിടേക്ക് പോവുക. അവിടെ 3 ആഴ്ച 7 ആഴ്ച 10 11 അവിടെ നേർച്ച നിയ്യത്താക്കി ഓരോരുത്തരും ആ മജ്ലിസിൽ നേർച്ച നിയ്യത്താക്കിയാണ് പോകുന്നതൊക്കെ. അങ്ങനെ ഒരുപാട് ഇത് നമ്മൾ പോയി കയറിയേക്കുന്നത്, ഈ പോയി കാണുന്നത് നമ്മൾ അറബിക് ഔലിയ അടങ്ങിയേക്കുന്ന ഒരു മക്ബറയാണ് ഇവിടെ ഈ കാണുന്നത്. അവിടെ നിന്നാണ് എല്ലാവരും തെങ്ങും തൈയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടുകളിൽ വെക്കുന്നു. നല്ല ഇതാണ്. അവിടെയും നല്ല പതിലൊക്കെയാണ്. നല്ല അനുഗ്രഹമുള്ളൊരു നമ്മളെ മുറാദുകളൊക്കെ ഹാസിലാക്കുന്ന ഒരു മക്ബറയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങളൊരു 2-3 കിലോമീറ്റർ നടക്കണം നമ്മൾ ഈ 41 ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗത്തേക്ക് പോകണമെങ്കിൽ. അവിടത്തേക്കും ഇപ്പം നിങ്ങളെ കാണിക്കുന്നുണ്ട്.
എല്ലാം കാണാൻ വേണ്ടി ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് ഇടുകയാണ്. എല്ലാവരും കാണുക, അവിടെ നേർച്ച നിയത്താക്കി പോവുക. അവിടുത്തെ മഹാന്മാർ ശുഹദാക്കളുടെ കാവലും നോട്ടവും നമുക്ക് കിട്ടാൻ, അവിടെ പോയി വന്ന് നമ്മളുടെ എല്ലാ മുറാദുകളും ഹാസിലാവാൻ. ഇതാണ് ഈ കാണുന്നത് അവിടുത്തെ ജനങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഴവങ്ങാടി ദറജയാണ്. അവിടുത്തെ സലാത്തിൽ മജ്ലിസിൽ ജനങ്ങൾ വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും അവിടെ ചെന്നാൽ. അപ്പോൾ മിഠായി കൊടുക്കുന്ന ഭാഗം, പായസം കൊടുക്കുന്നത്, ഞങ്ങൾ പോയപ്പോൾ പായസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇഷ്ടം പോലെ മിഠായിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ധാരാളം മിഠായിയൊക്കെ കിട്ടി. ഇഷ്ടം പോലെ വളരെ സന്തോഷം. ഒരു ബാഗ് നിറച്ച് മിഠായി കൊണ്ടുവന്നു. ഇനിയും ഇൻഷാ അല്ലാഹ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത വ്യാഴാഴ്ച പെരുന്നാളാണ്, അതുകൊണ്ട് പോവുകയില്ല. പിന്നത്തെ വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് പോകും. അവിടെ ദുആ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ഈ വീഡിയോസ്. ഇത് ആലപ്പുഴയ്ക്ക് ഇപ്പുറം പുറക്കാടെന്ന് പറയുന്ന സ്ഥലമാണ്. പുറക്കാട്, അവിടുന്ന് 2 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ഈ പഴവനങ്ങാടിയിൽ പോകേണ്ടത്. ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാ ഖബർ സിയാറത്ത് ചെയ്യാനും മഹാന്മാരുടെ ചാരത്തോട്ട് പോയി ഒരു ദുആ ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യം നൽകട്ടെ. ഇപ്പം നമ്മളെ കാണിക്കുക ഈ 40 പേര് അടങ്ങിയ ഭാഗമൊക്കെ, പക്ഷേ അവരെ കച്ചിയിട്ട് ചുട്ടുകരിച്ചതാണ് ഈ 40 ശുഹദാക്കൾ മരിച്ചത്. 41 പേരും അങ്ങനെയാണ്. 40 മക്കൾ, പിള്ളേരാണ്, കുട്ടികളാണ്. അതാണ് ഈ അവിടുത്തെ നേർച്ച. മിഠായി, പായസം, പഴം കാണിക്കുന്നുണ്ട്. ഈ വീഡിയോസ് കാണുക. എല്ലാവരും ലൈക്ക്, കമൻ്റൊക്കെ തരിക. ഒത്തിരി സ്നേഹം, സന്തോഷം അവിടെ പോയതിൽ. കുറച്ച് ദിവസമായി ഞാൻ കരുനാഗപ്പള്ളി പള്ളിയിലും പോയിട്ട്. ഞാനങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലങ്ങ് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ ഞാൻ പള്ളികളിൽ ഇതുപോലെ മഹാന്മാരുടെ ചാരത്തേക്കൊന്ന് പോകും. പോയി വരുമ്പോഴെനിക്ക് കുറച്ചൊക്കെ തലവേദനയ്ക്കൊക്കെ ഒരുപാട് മാറ്റം വരും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. എന്ത് രോഗങ്ങൾക്ക്, ക്യാൻസർ, എല്ലാ രോഗങ്ങളുടെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ. ഏത് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ ഒത്തിരി ജനങ്ങളാണ്. ഞങ്ങൾ ആദ്യമൊന്നും വീഡിയോസ് പിടിച്ചില്ല, പിന്നെ ലാസ്റ്റാണ് പിടിച്ചത്. എൻ്റെ കൂട്ടുകാരിയാണത്. അയാളും ഞാനും വേറെ 2 പേരും കൂടിയാണ്. ഞങ്ങൾ 4 പേര് കൂടിയാണ് പോയത്. നിങ്ങളോട് ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ എല്ലാവരും ദുആ വസിയത്ത് ചെയ്യുക. ഇവിടെ ഈ മഹാന്മാർ, ഈ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗം പോയി കാണുക, സന്ദർശിക്കുക. അവിടുത്തെ നേർച്ച നിയത്താക്കി ചെയ്താൽ നമുക്കേവർക്കും അനുഗ്രഹമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ദർജയാണ്. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മുട്ടായി വാരി വിതരണം ചെയ്യുന്ന ഭാഗമാണ്. പോകുമ്പോഴേ നമുക്ക് ഇഷ്ടം പോലെ മുട്ടായി, കിൻഡൽ കണക്കിന് ഈ ഇരിക്കുന്ന എല്ലാം മിഠായി ഭാഗമാണ്. ഇഷ്ടം പോലെ വാരിക്കും. പോയപ്പോഴേ ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോയി. ദുആയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോഴൊത്തിരി താമസിച്ചു പോയി. ഒരുപാട് താമസിച്ചിട്ടാണ് ഞങ്ങളങ്ങ് ചെന്നത്. ഇതാണ് 41 ശുഹദാക്കൾ ഇവിടെയാണ്. ഈ കാണുന്ന ഭാഗത്താണ് അവരെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഖബർസ്ഥാൻ ഈ ഭാഗത്താണ് അവരെ എല്ലാവരും അങ്ങനെ പോയി നിന്ന് കാണുന്ന ഒരു ഭാഗമാണ് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവരും നേർച്ച നിയത്താക്കി ഇവിടേക്ക് ചെല്ലുക. ആ ശുഹദാക്കളുടെ കറാമത്ത് കൊണ്ട് നമ്മളുടെ എല്ലാ വിഷമങ്ങളും, രോഗങ്ങളും, ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ. ഒരുപാട് സന്തോഷം നിങ്ങളോട് ഈ വീഡിയോ കാണിക്കുന്നതിൽ. ഒത്തിരി മുറാദ് ഹാസിലാകുമെന്നാണ് അവിടുത്തെ ഇത്. അത്രയ്ക്ക് ജനങ്ങളാണ്.
നമുക്കങ്ങും പോയി ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടിയിട്ടില്ല, അത്രയ്ക്കും ജനങ്ങളായിരുന്നു. നമ്മൾ നിൽക്കുകയായിരുന്നു, അത്രയ്ക്കും ഭയങ്കര ജനങ്ങളാണ്. ഞങ്ങൾ തിരി കത്തിക്കുന്ന ഭാഗം എൻ്റെ കൂട്ടുകാരിയാണ് ആ തിരി. ഞാനും അവളും കൂടാണ് തിരി കത്തിക്കുന്നത്. പക്ഷേ എന്നെ കാണുന്നില്ല, ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എന്നെ കാണാൻ പറ്റാത്തത്. ഇതൊക്കെ ഓരോരുത്തർ അന്ത്യവിശ്രമം കൊള്ളുന്ന, നമ്മുടെ ഉമ്മത്തികളായ എല്ലാ മോമിനിയങ്ങളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആൾക്കാരവിടെ തന്നെയുണ്ട്. തീരുമ്പോഴത്തേക്ക്